സത്യത്തിൽ പുറത്തുവന്ന ഡൽഹിയിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കോൺഗ്രസിൻ്റെ ദുരവസ്ഥയാണ് വിവരിക്കുന്നത്. BJP വൻ ഭൂരിപക്ഷത്തോടെ ഡൽഹിയിൽ അധികാരത്തിലെത്തുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പിക്കുന്നതാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കോൺഗ്രസിൻ്റെ ദയനീയമായ തോൽവിയാണ്. അടുത്തിടെയാണ് AICCയുടെ പുതിയ മന്ദിരം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൊട്ടുപുറകിലായി നിലമെച്ചപ്പെടുത്തി ശക്തമായ പ്രകടനം കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നാണം കെട്ട തോൽവിയാണ് കോൺഗ്രസിനെ കാത്തിരുന്നത്. ഒറ്റയ്ക്ക് എവിടെയൊക്കെ മത്സരിച്ചു അവിടെയെല്ലാം കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടപ്പോൾ തന്നെ വിധി പലരും എഴുതിയതാണ്. എന്നാൽ ഇത്രത്തോളം ദയനീയമായ പരാജയം, 0 സീറ്റ് ലഭിക്കുമെന്ന് നിരവധി എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നു. ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിച്ചത് ചാണക്യ മാത്രമാണ്. അതും 2 മുതൽ 3 വരെ സീറ്റ്. പക്ഷേ ആ പ്രവചനം ഒരിക്കലും നടക്കില്ല എന്ന് മറ്റ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം. പരമാവധി 1 സീറ്റാണ് പലരും പ്രവചിക്കുന്നത്. സീറ്റ് ലഭിക്കില്ല എന്ന് 3-4 സർവേകൾ പ്രവചിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് രാജ്യം ഭരിച്ച പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രാജ്യ തലസ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടുന്നു എന്നുള്ള കാഴ്ച. ഒരു കാലത്ത് ഡൽഹി ഭരിച്ച കോൺഗ്രസിന് ഡൽഹിയിൽ 1 സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം. ഇത്രത്തോളം ദയനീയമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചതാരാണ്? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണോ, അതോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂട്ടായ പരാജയമാണോ? എന്തായാലും ശരി, കോൺഗ്രസ് എന്ന പാർട്ടി രാജ്യത്ത് തകരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണിത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് BJP നീങ്ങുന്നതിൻ്റെ ഏറ്റവും ഒത്ത ലക്ഷണമാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ കാണുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലെയാണെങ്കിൽ അത് രാജ്യത്തെ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ അവസാന ആണിയായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇന്ത്യ മുന്നണിയിൽ മാത്രമല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയിൽ പോലും അനഭിമതനായി മാറിയിരിക്കുന്നു എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു. ഇന്ത്യ മുന്നണിയെ രാഹുൽ ഗാന്ധിക്ക് നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പാർട്ടികളും ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു കടന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ അടക്കം മമതാ ബാനർജി അടക്കം നിരവധി നേതാക്കന്മാർ പരസ്യമായി തന്നെ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി സഖ്യത്തിനെ നേതാവാക്കണമെന്ന് കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാലോ മറ്റോ പറഞ്ഞാലായി. അല്ലെങ്കിൽ കോൺഗ്രസ് പോലും രാഹുൽ ഗാന്ധിയെ നേതാവായി കണക്കാക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ പോയിട്ട് കോൺഗ്രസിൻ്റെ പോലും നേതാവാകാൻ യോഗ്യനല്ല രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ അടക്കം പറയുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഫലം ഈ പ്രവചനത്തിന് സമാനമായി മാറുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തൊപ്പി തെറിക്കും. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് ഇനി പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അത്രത്തോളം ദയനീയമായി കോൺഗ്രസ് പരാജയപ്പെടുമെന്നാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. എത്രമാത്രം നാണം കെട്ട പരാജയത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്? എന്തുകൊണ്ടാണ് ജനം ഇത്രയും വെറുക്കപ്പെട്ട രീതിയിൽ കോൺഗ്രസിനെ തള്ളിക്കളയുന്നത്? എന്തുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് ജനങ്ങൾ കോൺഗ്രസിനെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കുന്നത്? അതേക്കുറിച്ച് ചിന്തിക്കാനോ അതേക്കുറിച്ച് ഒരു പരിശോധന നടത്താനോ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാതിമത സംഘടനകളെ അനാവശ്യമായി പ്രീണിപ്പിക്കുക, അനാവശ്യമായ ന്യൂനപക്ഷ പ്രീണനം കാണിക്കുക, ന്യൂനപക്ഷം മാത്രം മതി, രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം വേണ്ട എന്ന ഒറ്റ നിലപാട്. രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് തന്നെയാണ് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കോൺഗ്രസിനെ ആട്ടിയകറ്റിയതെന്ന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ തന്നെ അടക്കം പറയുന്നു. എന്നിട്ടും തങ്ങളുടെ നിലപാടുകൾ തള്ളിപ്പറയാനോ മാറ്റാനോ കോൺഗ്രസ് തയ്യാറല്ല. പരിപാവനമായ കുംഭമേളയെ അവഹേളിച്ചു രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും. എന്നിട്ടോ ഇതര സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ചില പരിപാടികളെ പ്രകീർത്തിച്ചു പ്രിയങ്ക ഗാന്ധി. ഇത് രണ്ടും രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ ഒരേപോലെ തെളിയുന്നതാണ്. പണ്ടത്തെ പോലെ ജനങ്ങളെ പറ്റിക്കാനാകില്ല. ഇന്ന്
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലം ജനങ്ങൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിഷ്പ്രയാസമാണ്. എന്തായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ദുരന്തമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.